ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് വൈഷ്ണവി എസ്. നമ്മൾ ആകാശത്തിൽ ആരൊക്കെയാ കാണുന്നത്? സൂര്യൻ താഴെയാണോ മേളിലാണോ? മേളിൽ നമുക്ക് തൊടാൻ കഴിയോ? ഇല്ല. തൊടാൻ കഴിയില്ല. രാവിലെ നമ്മൾ സൂര്യനെ കാണും. രാത്രി ആരെയാണ് നമ്മൾ കാണുന്നത്? ചന്ദ്രനെ. ചന്ദ്രനെ കാണും, കുറേ നക്ഷത്രങ്ങളെ കാണും, എല്ലാം കാണില്ലേ? അല്ലേ? അപ്പം അയ്യോ, അതോർത്തത് പിന്നെ ഒരു പിറ്റേന്ന് എന്റെ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ച ഒരു ഉറുമ്പിന്റെ കഥ. അതെല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം കേട്ടാ. ഒരിടത്ത് ഒരു ഉറുമ്പുണ്ടാകും. ആ ഉറുമ്പ് ഇങ്ങനെ നടന്നു വരുവാന്ന്. അപ്പൊ ഉറുമ്പി ഒരു കാറ്റ് വന്നിങ്ങനെ അടിച്ചു. അപ്പൊ ഉറുമ്പ് അങ്ങ് ആ കുഴിയിലങ്ങ് പോയി. അവിടെ ഒരു കുഴി ഉണ്ടാകുന്നത്, അവിടെ അങ്ങ് പോയി. അങ്ങനെ അത് മോലോട്ട് നോക്കി ഇങ്ങനെ അങ്ങ് പോയി. അപ്പൊ അവിടെ സൂര്യൻ എന്റെ കൂട്ടുകാരനാ. അവിടെ കൂട്ടുകാരൻ ആരുടെയാ? ഉറുമ്പിന്റെ കൂട്ടുകാരനാ ആ സൂര്യൻ. ആ സൂര്യനെ ഒന്ന് തൊടണമെന്ന് ഉറുമ്പിന് ചിന്ത. അങ്ങനെ ഉറുമ്പ് ഇങ്ങനെ എലിയുടെ പുറത്ത് കയറി. അങ്ങനെ എലി ഇങ്ങനെ ചാടി ചാടി പോയപ്പോ ആ സൂര്യനെ തൊട ഒരു നീളവും ഇല്ല എലിക്ക്. എന്നിട്ട് അവനൊരു കടി കൊടുത്തു. അങ്ങനെ ആടിന്റെ പുറത്ത് കടി കൊടുത്തു കഴിഞ്ഞ് ചാടി പോയി ആടിന്റെ പുറത്ത് കയറി. ആടി ഇത്രയുണ്ട്, കണ്ടോ? ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു. അത് സ്വപ്നത്തിൽ കണ്ടതാ അത്, കേട്ടോ? സ്വപ്നത്തിൽ കണ്ടതാ അത്. ആടിന്റെ രൂപം ഇത്രയുള്ള ആട് ശരിക്കും ചെറുതാ അല്ലേ? ഇത്രയുള്ളൂ അല്ലേ? അപ്പൊ അവൻ സ്വപ്നത്തിൽ കണ്ടതാ. അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് പോത്തിന്റെ പുറത്ത് കയറി. അങ്ങനെ അതിന്റെ പുറത്ത് കയറിയിട്ട് ഒരു നീളവും ഇല്ല, ഇത്രയുള്ളൂ പോത്ത്. അപ്പൊ അതിന്റെ പുറത്ത് കടി കൊടുത്തപ്പോ അത് പാല് കൊണ്ട് ഇങ്ങനെ വീശിയിട്ട് പുറത്ത് അങ്ങോട്ട് കളഞ്ഞു. അപ്പൊ ആ ഉറുമ്പ് പറഞ്ഞില്ലേ, ആ ഉറുമ്പ് പറഞ്ഞ് നല്ല കാറ്റുന്ന് താഴെ. അങ്ങനെ അതിന്റെ പുറത്തുനിന്ന് മാറി മരത്തിന് പുറത്ത് മരത്തിന്റെ ചില്ലയിൽ കയറി. അങ്ങനെ ആ സൂര്യന് ആ മരത്തിന് ഒരു നീളമില്ല, ഇത്രയെല്ലാം ഉള്ളൂ. അവിടുന്ന് ആ ഉറുമ്പില്ലേ ഇവിടുന്ന് ഇത്രയും കയറിയോളൂ. ഇത്രയും കയറിയ സൂര്യനെ തൊടാൻ പറ്റുകയെന്ന്. പക്ഷെ തൊടാൻ പറ്റില്ല. എന്നിട്ട് അത് വെള്ളത്തിൽ കയറി പെണ്ണേയും തൊടാൻ പറ്റിയില്ല. അങ്ങനെ വിളക്ക് എത്തിക്കുന്ന സമയമായി. വിളക്ക് എത്തിക്കുന്ന സമയമായപ്പോൾ അതില്ലേ, അത് പെട്ടെന്ന് സന്ധ്യയായി. അങ്ങനെ അത് അവിടുത്തെ ആ മരത്തിന്റെ ചില്ലയിൽ പോയി അവിടെ അങ്ങനെ ഇരുന്നു. സൂര്യൻ പെണ്ണേയും ഇവിടെയാണല്ലോ എന്ന് പറഞ്ഞു ആ ഉറുമ്പ്. അങ്ങനെ ഉറുമ്പ് പറഞ്ഞ് എനിക്ക് ഇനി സൂര്യനെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂട്ടുകാരെ, കഥയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സൂര്യൻ എവിടെയാ നിന്നത്? ആകാശത്ത്. കണ്ടോ ആകാശം? ഇതാണ് ആകാശം. ആകാശത്താണ് സൂര്യൻ നിന്നത്. അപ്പം ചന്ദ്രനോ? രാത്രി ചന്ദ്രൻ വരത്തില്ലേ, അതും ആകാശത്ത് അല്ലേ? കൂട്ടുകാരെ, ഈ കഥയെന്ന് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ദൂരെയുള്ളത് നമുക്ക് തൊടാൻ പറ്റത്തില്ല, അടുത്തുള്ളതേ നമുക്ക് തൊടാൻ പറ്റൂ അല്ലേ? അപ്പം കൂട്ടുകാരെ, എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. പിന്നെ മറക്കരുത്, നിങ്ങളുടെ സ്കൂളെല്ലാം കൊറോണയെല്ലാം മാറി സ്കൂളെല്ലാം തുറക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പാടി കളിക്കണം കേട്ടോ.